ഇപ്പൊ 251 ആ 6 അടി നീളമായി ഇപ്പൊ. ഇതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഈ അടയാളങ്ങളെ കണ്ടുകൊണ്ട് ഓടുന്നതിന്റെ അല്ല ഞാൻ പറയുന്നത്. ഇതുമെല്ലാം ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിലും നമ്മളൊക്കെ ഉള്ളൂ. തെരഞ്ഞെടുത്തവർ മാത്രമാണ് അതിനൊക്കെ വേണ്ടി, അല്ലാതെ ഇരുന്നൊന്നും ആരും അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. അപ്പം നമ്മൾ ഇതിനിരട്ടിച്ച് തന്നതിൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. ഇനി കൂടുതലായിട്ട് ജപമാല ചൊല്ലുക, അടയാളങ്ങളെ പുറകെ ഓടാതിരിക്കുക. പിന്നെ അത്ഭുതങ്ങൾ പലതും പരിശുദ്ധമ്മ ഈശോയും കാനായിലെ കല്യാണ വിരുന്നിൽ അത്ഭുതം നടത്തിയെങ്കിൽ ഇപ്പോഴും അതൊന്നും കുറഞ്ഞിട്ടില്ല. ഓരോ സ്ഥലങ്ങളിൽ ഓടുന്നുണ്ട്. അതിൻ്റെ പുറകെ കൂടി അതവിടെ നിർത്തുന്ന ഒരു അനുഭവം അല്ല വരേണ്ടത്. ഇത് ജപമാല കൂടുതൽ ചൊല്ലുക, പ്രാർത്ഥിക്കുക, ഈശോയ്ക്ക് ആത്മാക്കളെ നേടിക്കൊടുക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഒരുക്കി. ഇതെനിക്കെൻ്റെ എവിടെ ആണെങ്കിലും ഈ കൊന്ത ഒരിക്കലും നമുക്ക് കൈമാറത്തില്ല, ഒരാൾ കേൾപ്പിക്കേണ്ട ഇതല്ല. ഇതിവിടെ നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് കുരിശ്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് താമസം എവിടെയെങ്കിലും പോയാൽ പോലും ഇതൊക്കെ ഇവിടെ തന്നെ വെക്കാം. വിശ്വസിക്കുന്നില്ലെന്ന് നമ്മളെ ആരെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. ദൈവം എന്നൊരാൾ, നമ്മുടെ ഈശോ എന്ന് പറഞ്ഞ ആൾ ഇന്നും ജീവിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മയെ പറഞ്ഞു വിടുന്നുണ്ട്. ഈശോയുടെ കുരിശുരൂപത്തിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്. അതുപോലെ തിരുവോസ്തി കാണുന്നില്ലേ മുഖം. തിരുവോസ്തി വിളക്കന്നൂരൊക്കെ നമ്മുടെ അച്ഛനുള്ളിടത്ത് വിളക്കന്നൂർ അന്നേരം ഒരുപാട് പേര് കളിയാക്കി, അതൊന്നും സത്യമല്ലെന്നും പറഞ്ഞു. ഞാൻ വിശ്വസിക്കുന്ന സത്യമാണ്. കാരണം അതിൻ്റെയൊക്കെ 2-3 മാസങ്ങൾക്ക് മുമ്പ് പരിശുദ്ധിയമ്മ പറഞ്ഞു തിരുവോസ്തിയിൽ അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ കാണും, ഈശോയുടെ തിരുമുഖങ്ങൾ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. അന്നൊക്കെ പല സ്ഥലങ്ങളിൽ അത്ഭുതങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ആ ഇടയ്ക്കാണ് അവിടെ ഇങ്ങനെ ഉണ്ടായത്. അത് 1 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ മാതാവ് എത്തിച്ചപ്പെട്ട 1 വർഷം മുമ്പാണ് വിളക്കന്നൂർ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ ഇവിടെ ഉണ്ട്. ഈ മണ്ണിനെയാണ് ഏറ്റവും പ്രധാനം. ഇവിടെ വരുക, ജപമാല ചൊല്ലി പോകാൻ പറ്റുന്ന ഒരു ജപമാലയില്ല. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളിൽ ഊർജിലും മാധ്യമയിലൊക്കെ ഒരുപാട് പൈസയും മുടക്കി പോകണം. ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് നേർച്ചയില്ല, കാഴ്ചവസ്തുക്കളില്ല. ഇന്നുവരെയായിട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടില്ല. 100% പരിശുദ്ധമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. ഒരു നേർച്ച കാഴ്ചകൾ ഇവിടെ ഇല്ല. തിരി കത്തിക്കാൻ മാതാവ് പറഞ്ഞതനുസരിച്ച് ഒരു നിയോഗത്തിനൊരു തിരി കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും മേടിച്ചുകൊണ്ട് വന്നിട്ട് തിരി കത്തിച്ച് നിയോഗം അനുസരിച്ച് തിരി കത്തിക്കുക. ആ തിരി ഊതിക്കെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോകരുത്. അത് ഏത് പള്ളികളിൽ നമ്മൾ കത്തിച്ചാലും നമ്മുടെ നിയോഗത്തിന് കത്തിയേരേണ്ടത് അവിടെ തന്നെ തീരണം. അതെടുത്തോണ്ട് പോകരുത് ഊതിക്കെടുത്തി. വേറെ ആ തിരിയൊന്ന് കത്തിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ